ആ സ്ത്രീ സ്വരൂപത്തിനെ എല്ലാ ദേവീദേവന്മാരും ഭജിച്ചു എന്ന് പറഞ്ഞാൽ അവരിൽ നിന്നുണ്ടായ ചൈതന്യമാണ്, കോപചൈതന്യമാണ് ആ ദേവി സ്വരൂപമായിട്ട്. പിന്നെ ആ ദേവന്മാർ തന്നെ ആ ദേവിക്ക് ആയുധങ്ങളെയൊക്കെ കൊടുത്തു. ആയുധങ്ങൾ കൊടുത്തതോ ഈ അംഗങ്ങൾ കൊടുത്തു. ആദ്യം അംഗങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോന്ന് അങ്ങനെയാണ്. ഇപ്പോൾ ഇതപൂച്ചാമ്പു തേജസ്ഥാന മുഖം യാമ്യേന ചാഭവൻ കേശ, യമൻ ആണ് കേശ മുടി കൊടുത്തത്. ബാഹവോ ഈ ബാഹുക്കള് തോളുകളൊക്കെ കൊടുക്കുന്നത് വിഷ്ണുവാണ്. സൗമ്യേന സ്തനയോർ, ആ സോമൻ 2 സ്തനങ്ങളെ കൊടുത്തു. മധ്യം ചൈന്ദ്രേണ, ചന്ദ്രൻ ഈ മധ്യഭാഗത്തിനെ കൊടുത്തു. വാരുണേന ജംഘോരു, ഈ മറ്റേ തുടകള് വരുണൻ കൊടുത്തു. നിതംബത്തേജാഭുവ, നിതംബം ആസനം അത് ഭൂമി തന്നെയാണ് ആ ദേവിക്ക് കൊടുത്തത്. ബ്രഹ്മണസ്തേജതാപാദവും, ബ്രഹ്മാവ് പാദങ്ങളെ കൊടുത്തു. സൂര്യൻ ആ ദേവിയുടെ വിരലുകളെ കൊടുത്തു. വസൂനാഞ്ചകരോഗുര കൗബേരണച്ച, ഈ കുബേരൻ നാസികയെ കൊടുത്തു. ദന്താസംഭൂത തസ്യാസംഭൂത പ്രജാപതി പല്ലുകളെ കൊടുത്തു. നയനത്രിതയം തഥാ അഗ്നി 3 കണ്ണുകളെ കൊടുത്തു ദേവിക്ക്. പിന്നെ ഭ്രുവോച്ച സന്ധ്യോച്ചേച്ച, സന്ധ്യ ആ തേജസ്സിനെ കൊടുത്തു. പിന്നെ ഈ ശ്രവണം എന്നുള്ള ഒരു അനിലൻ കൊടുത്തു. പിന്നെ അന്വേഷാം ചെയ്വ ദേവാന സംഭവം ശിവ, എല്ലാ ദേവീദേവന്മാരും അവരവരുടെ ആയുധങ്ങളെ ഈ തേജസ്സുകളെ കൊണ്ട് ആ ദേവിക്ക് ഓരോരോ ശരീരഭാഗങ്ങളെ കൽപ്പിച്ചു. ഒപ്പം തന്നെ ആയുധങ്ങളെ കൊടുത്തു. ശൂലം ശൂലാൽ വിനികൃഷ്യ ഋതൗസത്യ പിനാകധൃക്ക്, പിനാകധൃക്ക് എന്ന് പറഞ്ഞ ശിവന്റെ ശൂലത്തിൽ നിന്ന് ഒരു ശൂലം ഉണ്ടാക്കി ദേവിക്ക് കൊടുത്തു. ചക്രം ദത്തവാൻ കൃഷ്ണ സൗൽപാത്യ സ്വചക്രത, വിഷ്ണു ആ ചക്രത്തിൽ നിന്ന് സുദർശന ചക്രത്തിൽ നിന്ന് മറ്റൊരു ചക്രത്തിനെ സൃഷ്ടിച്ച് തത്തുല്യ തേജസ്സുള്ള സുദർശന ചക്രത്തെ ദേവിക്ക് കൊടുത്തു. ശംഖം വരുണൻ ശംഖിനെ കൊടുത്തു. ശക്തി ഹുദാശന, ആ ശക്തി എന്ന് പറഞ്ഞ ഒരു വേലാണ്, അത് ഹുദാശനൻ കൊടുത്തു. മാരുതി എന്താ കൊടുത്തേ? ചാപം കൊടുത്തു. ബാണപൂർണേത്ത് അതേഷുതി, സമുദ്രം എന്ത് ചെയ്തു? ആ നിറഞ്ഞ ഒരു ആവനാഴി, അത് എത്ര അമ്പെടുത്താലും അത് നിറഞ്ഞുകൊണ്ടേയിരിക്കും. വജ്രമിന്ദ്ര, ഇന്ദ്രൻ വജ്രത്തിനെ കൊടുത്തു. അതേമാതിരി കാലദണ്ഡോ യമൻ ദണ്ഡിനെ ഉലക്കയെ കൊടുത്തു. പാശം ചാമ്പുപതിർന്നതോ വരുണൻ പാശത്തിനെ കൊടുത്തു. പ്രജാപതി അക്ഷമാലയെ കൊടുത്തു. കമണ്ഡലു ആ ബ്രഹ്മദേവൻ കമണ്ഡലുവിനെ കൊടുത്തു. ഓരോ രോമകൂപത്തിൽ നിന്നും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യതേജസ്സിനെ, അഗ്നിയെ ആ സൂര്യഭഗവാൻ കൊടുത്തു. ദിവാകരൻ കൊടുത്തു. പിന്നെ ആഭൂഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. ക്ഷീരോദശ്ചാമലം, ഹാരമുദ്ര, ഒരിക്കലും വാടാത്ത തരത്തിലുള്ള പൂക്കളെ കൊണ്ടുള്ള മാലകൾ കൊടുത്തു. ചൂടാമണി കൊടുത്തു. ഈ അതേമാതിരി തന്നെ നൂപരവും വിമലൗതത്വൽ ഗ്രൈവേക കഴുത്തിലുള്ള മാലകൾ, അങ്കുലീകരത്നാനി വിരലുകളിൽ അണിയാനുള്ള രത്നങ്ങൾ പതിച്ച മോതിരങ്ങൾ, അങ്ങനെ ഓരോരോ ദേവന്മാര്, ഓരോരോ മൂർത്തികൾ, ഓരോരോ മൃഗങ്ങൾ, അങ്ങനെയൊക്കെ കൊടുത്തു. ഇത് കഴിഞ്ഞിട്ടാണ് ആ ദേവി ആ ഭക്തന്മാരായിട്ടുള്ള ദേവന്മാരെ ശത്രുക്കളായിട്ടുള്ള അസുരന്മാരിൽ നിന്ന് രക്ഷിക്കാനായിട്ട് അനുഗ്രഹം കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ആരാധിക്കുന്ന എല്ലാ ദേവീദേവന്മാരുടെയും സാന്നിധ്യം, അവരുടെ ചൈതന്യങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് ചണ്ഡികാദേവി. എല്ലാ ആയുധങ്ങളും എല്ലാ ഭൂഷണങ്ങളും എല്ലാ ദേവന്മാരുടെയും ഈ ചണ്ഡികാദേവിയിലുണ്ട്. അതുകൊണ്ടാണ് ആ ചണ്ഡികാദേവിയെ സ്മരിച്ചാൽ എല്ലാ ദേവീദേവന്മാരെയും പൂജിച്ച ഒരു ഫലം നമുക്ക് ലഭിക്കും എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഇതിൻ്റെ ഒരു ഫലസ്തുതിയിലൊക്കെ പറയുന്നുണ്ട്, സർവബാധാവിനിർമുക്തവും, എല്ലാ ബാധയിൽ നിന്നും നമ്മൾ വിമുക്തരാവും. സർവബാധാവിനിർമുക്തോ ധനധാന്യ സമന്യുത മനുഷ്യോ യൽ പ്രസാദേന ഭവിഷ്യതി ന സംശയ. എല്ലാ ബാധകളിൽ നിന്നും മുക്തനായിട്ട്
സർവബാധാവിനുക്തോ ധനധാന്യ സംബന്ധിതം മനുഷ്യോമൽ പ്രസാദേന. ആ ദേവിയുടെ പ്രസാദം കൊണ്ട് എല്ലാ ബാധകളും പോയി എല്ലാ തരത്തിലുള്ള സമ്പത്തിനുള്ള ആളുകളായിട്ട് നമ്മൾ ഭവിക്കും. ഈ യജ്ഞാവസരത്തിൽ അവിടെ സാന്നിധ്യം സന്നിഹിതരാവുക, യജ്ഞപ്രസാദങ്ങളെ നമ്മൾ സ്വീകരിക്കുക, യജ്ഞത്തിന് വേണ്ട അർപ്പണങ്ങൾ ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ലഭിക്കും എന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഈ അവസരം, നമ്മളുടെ ഏറ്റവും തൊട്ടടുത്ത് നടക്കുന്ന ഈ അവസരം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ദേവി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നമസ്കാരം.